ഹൈറിച്ചിൽ ഒരു വിവാദം നടന്നിട്ടുണ്ട്. ഹൈറിച്ചിൻ്റെ ഒരു അയ്യൂബ് ഖാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു വീഡിയോ കണ്ടു കേട്ടോ. വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഇൻഫോ MLP എന്ന് അങ്ങനത്തെ ഒരു ചാനലാണ്. അദ്ദേഹത്തിൻ്റെ താടി ഇങ്ങനെ കുറ്റിയായിട്ടുള്ള താടിയാണ്. ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം നെഗറ്റീവായിട്ടുള്ള ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും ഹൈറിച്ചിനെ പൊട്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ ഗ്രൂപ്പിനെ കൊണ്ട് ഹൈറിച്ചിലെ ആൾക്കാർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അയ്യൂബ് ഖാൻ ഒരു സ്ത്രീ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് അയ്യൂബ് ഖാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ അന്വേഷിച്ചു. ആ സ്ത്രീ കുറച്ച് പാനിക്കിലാണ് സംസാരിച്ചത്. ഹൈറിച്ചിലെ ആൾ തന്നെയാണ്. പക്ഷെ പാനിക്ക് ഒരുപാട് പേർക്ക് പാനിക്കായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പാനിക്കായത്? അതിൻ്റെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹൈറിച്ചിൻ്റെ ഹിസ്റ്ററി തന്നെ ഇതാക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഹൈറിച്ച് കമ്പനി ഒരാൾ കേസ് കൊടുക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രമുഖന് അതിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തതിന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഹൈറിച്ചിനെതിരെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഒരുപാട് സ്ഥലത്തേക്ക് EDക്കും CBIക്കും പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കേസ് കൊടുക്കുന്നു. അങ്ങനെ അക്കൗണ്ട് ഇത് ഹൈറിച്ച് എന്ന കമ്പനീൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നു. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് കുറേ ന്യൂസ് പേപ്പറിന് പെയ്ഡ് ന്യൂസാണ്, അല്ലാതെ വേറൊന്നുമില്ല, ന്യൂസുകാരെന്ന് ആരും വെള്ളപൂശിയ മനുഷ്യന്മാരൊന്നുമല്ല, കൊടുക്കുന്നു. പിന്നെ ഒരുപാട് യൂട്യൂബർമാർ ഹൈറിച്ചിനെതിരെ വീഡിയോ ചെയ്യുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ അണിയർ പ്രവർത്തകർ ഹൈറിച്ചിൻ്റെ ഓരോ വീഡിയോൻ്റെ അടിയിലും കമൻറ്റുകളിടുന്നു, നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നു. ഹൈറിച്ചുള്ള ആൾക്കാരെ മനസ്സിനെ എന്താ പറയുക, ദുർബലരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ മനസ്സിനെ ഒന്നും കൂടി ദുർബലപ്പെടുത്തുക, ഒരു ആശ്രയമില്ലാത്ത പോലെ ആക്കുക, എന്നിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് കേസ് കൊടുപ്പിക്കുക എന്നുള്ളൊരു കേസ്. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലാക്കുക, ഈ ഹൈറിച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ ഹൈറിച്ച് മെമ്പർമാർ. നമ്മളിപ്പോൾ ഒരു സൗദി അറേബ്യയിൽ ഒരാളെ ജീവൻ രക്ഷിക്കാൻ 34 കോടി നമ്മൾ സ്വരൂപിച്ച് കൊടുത്തു. മലയാളികൾ മാത്രമൊന്നുമല്ല, ലോകത്തിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെ. അങ്ങനെയുള്ള മലയാളികളിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരുപാട് ജീവിതങ്ങളെ കൊലച്ചോറാക്കിയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വീണ്ടും തകർക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഇവർ പറയുന്നുണ്ട്, ആ കുറ്റി താടിയുള്ള മനുഷ്യൻ പറയുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈറിച്ചിനെ തകർക്കാനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ അംഗമാണ് ഈ സ്ത്രീ. അവർ ഹൈറിച്ചിലുള്ള ആളാണ്. പക്ഷെങ്കിലോ എന്നെപ്പോലെ ഹൈറിച്ചിലെ ഒരുപാട് ആൾക്കാരുണ്ട് കഷ്ടപ്പെടുന്നത്. അതേപോലെ ഒരു കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ. അവർ അധികം തിരുവാടില്ലാത്ത ആളാന്ന് തോന്നുന്നു. കോടതിയെ പറ്റിയിട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം അവരോട് കേസ് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ അയ്യൂബ് ഖാനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. അയ്യൂബ് ഖാൻ ഈ ഒരാൾ ഏത് ഉദ്ദേശത്തോടാണ് കോണ്ടാക്ട് ചെയ്ത് എന്ന് അറിയേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞ് വെറുതെ ഈ സ്കാനിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എല്ലാ ആൾക്കാരും ഇതാക്കണം. ഇവർ ഏത് ഉദ്ദേശത്തോടെയാണ് നമ്മളെ സമീപിക്കുന്നത് നമുക്കറിയണമല്ലോ. അതേ അയ്യൂബ് ഖാനും ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പൈസക്ക് തരാമെന്ന് പറഞ്ഞാൽ മൂളിയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കുന്നുണ്ട്. ഉണ്ടാവാതിരിക്കാം. അതിനെപ്പറ്റി ഒരു വീഡിയോ അയ്യൂബ് ഖാൻ ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അയ്യൂബ് ഖാനാ ഞാൻ ഹൈറിച്ച് ഈ കേസ് ആയതിനു ശേഷം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു. അതിനുശേഷം കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹം അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് കോടതിൻ്റെ അണ്ടറിലാണുള്ളത്, ഞാനും കഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാനെങ്ങനെയാണ് കൊടുക്കുക? കോടതിയിൽ തീരുമാനമാകട്ടെ, അന്നേരം കൊടുക്കാം. കമ്പനി കൊടുക്കൂല എന്ന് ആർക്കും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കും. ആ പറഞ്ഞ പോലെ തന്നെ ഇനി എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകും, അത് നമുക്കറിയില്ല, ഫ്യൂച്ചറിൽ വരുന്ന കാര്യമല്ല. അപ്പോൾ കമ്പനി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി കമ്പനി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആവണം. അക്കൗണ്ട് ഫ്രീസിലുള്ളത്, അക്കൗണ്ട് ഫ്രീസ് ആരാക്കിയത് കോടതി. അപ്പോൾ അയ്യൂബ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ഈ സ്ത്രീയെയും പോലെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റുക? കമ്പനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇത്രയും ചിന്തിക്കാനുള്ളൊരു വിവരം ഉണ്ടായാൽ മതി. അതായത് ആർക്കായാലും ഇതിനെ തകർക്കാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവർ തകർക്കാനേ ഉള്ളൂ. അതിനി എന്ത് പറഞ്ഞാലും
അവർ ഈ ഹൈറിച്ചിൽ ഒരു മെമ്പർമാർക്കും ഉപകാരം ഉണ്ടാവില്ല. ഇൻ കേസ് കേസ് കൊടുക്കാൻ പറയും, കേസ് കൊടുക്കുക എന്നല്ലാണ്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. അതിനെക്കാട്ട് നല്ല രീതിയിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിധിയുണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസം വീണ്ടും നീളുവരും. കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി എന്ന് പറഞ്ഞാൽ കോടതി 2 വാദവും വാദിക്കുന്ന വക്കീലുണ്ട്, പ്രതിവാദിക്കുന്ന വക്കീലുണ്ട്. അവരെല്ലാം നോക്കിയിട്ടാണ് ഈ ഓരോ ഡേറ്റ് മാറ്റുന്നതും കാര്യങ്ങളൊക്കെയും. കമ്പനി കൊടുക്കുന്ന തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ഒരു മാറ്റവും ഇല്ല. തുടക്കം മുതലേ ഇതുവരെ നമുക്ക് കമ്പനി നല്ല വിശ്വാസമാണ്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായ ഒരു കമ്പനിയാണ്. ഇനി ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. ഉപകാരം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു സ്ത്രീയെ പ്രകോപിപ്പിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ കേസ് കൊടുപ്പിക്കാൻ നോക്കിയത്. അയ്യൂബ് ഖാനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയത്. അയ്യൂബ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യൂബ് ഖാനെതിരെ ഒരു ഗൂഢ സംഘങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അയ്യൂബ് ഖാൻ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയാണ്. പൈസേൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് ഒരു ഇതുണ്ടാവില്ല. ആ സ്ത്രീയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം അവർ ഒരു അബലയ ഒരു സ്ത്രീയാണ്. അവർക്കൊരു രക്ഷയും കാണാതെയാണ് ഇങ്ങനെ പോയത്, ഈ ഗ്രൂപ്പിലേക്ക് ആഡായത്. ഇങ്ങനെ ഇതേപോലത്തെ ഗ്രൂപ്പിൽ ആഡായ ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ മനസ്സ് പൊട്ടിയ ആൾക്കാരാണ്. കാരണം അവർക്ക് അറിയില്ല എന്തെന്നാണ് സംഭവം. കാരണം ഞാൻ ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ കോടതിയെ വിശ്വസിക്കുക. കോടതി എന്താണ് വിധി വരുന്നത് അത്ര തന്നെ. ഇനി ഞാൻ പറഞ്ഞ 100-99% കമ്പനി തിരിച്ചു വരും എന്നുള്ളതാണ്. ഇനി 1% ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിക്കട്ടെ, അന്നേരം പേടിക്കേണ്ട ആവശ്യമില്ല. കമ്പനി അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ടാണുള്ളത്. അക്കൗണ്ടിൽ പൈസ ഉണ്ട്. ഇൻ കേസ് കോടതി വിധിക്കുകയാണ് കമ്പനി മുന്നോട്ട് നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായില്ല ആ സമയത്ത് എന്തൊക്കെയാണ് നിയമവും കാര്യങ്ങൾ, അതേപോലെ നിങ്ങൾ കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ പാനിക്കായിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്താ പറയുക, ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ കേസ് കൊടുത്തിട്ട് എന്താ ഉള്ളത്? കോടതി ഇതേ പറയൂ. കോടതി പറയൂ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തതാണ് അക്കൗണ്ട്, അവർക്ക് എങ്ങനെ തരാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആരും ഈ ഐറിച്ചിനെതിരെ വർക്ക് ചെയ്യുന്ന ഇതിൽ ഗ്രൂപ്പുകളിലോ ആളുകളുടെ ഇടയിൽ പെടാതിരിക്കുക. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യില്ല, ഉപദ്രവമല്ലാതെ. ബൈ.